ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വമ്പൻ എയർ ഡ്രോപ്പിനെ കുറിച്ച് പറയാനാണ്. ഈ എയർ ഡ്രോപ്പ് മൈനിങ് സ്റ്റാർട്ട് ആയിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായി. പക്ഷെ ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത്. ഇതിനെപ്പറ്റി അറിയണവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അറിയണവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ ചെറിയ ഡോക്സിന്റെ അപ്ഡേഷനും കാര്യങ്ങളും പറയും. അത് വേണ്ടവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. നോട്ടും നോട്ട് കോയിനും ഇപ്പോൾ ഡോക്സ് റിലീസ് ആകുമ്പോൾ നോട്ട് കോയിൻ റിലീസ് ആയതായി അറിയാം. നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ടെലഗ്രാം ബോട്ടിൽ കൂടെ ഏണിങ്സ് കിട്ടിയ ഒരു ഡ്രോപ്പായിരുന്നു നോട്ട് കോയിൻ. അതിനുശേഷം ഇപ്പൊ ഡോക്സ് എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് കൊണ്ടുണ്ട്. വമ്പൻ ഒരു ഡ്രോപ്പാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് 23-ാം തീയതി ലിസ്റ്റിംഗ് വെച്ചാൽ പിന്നെ അത് 26-ാം തീയതിയിലോട്ട് മാറ്റി. കാരണം എന്തായെന്ന് എല്ലാവർക്കും അറിയാം. ബിനാൻസ് ലിസ്റ്റിംഗ് വരാൻ വേണ്ടിയിട്ടാണ് അവർ അത്ര ഡിലേ ആക്കിയത്. പിന്നെ 26-ാം തീയതി ഡോക്സ് നാഷണൽ ഡോക്സ് ഡേ അങ്ങനെ എന്തോ ഒരു സംഭവം ഉള്ളതുകൊണ്ട് 26-ാം തീയതിയിലോട്ട് ആക്കിയെന്നാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എയർ ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റിയ ഒരു എയർ ഡ്രോപ്പാണ് ബ്ലം. അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആകാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നേക്കുന്നത് ടെലഗ്രാമിലെ എയർ ഡ്രോപ്പ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്, ടെലഗ്രാം ബോട്ടായിട്ട്. അതിൽ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കോയിൻസ് ബ്ലം കോയിൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കി കാണാം, ബിനാൻസിൽ BNB എന്ന് പറഞ്ഞ കോയിൻ അതിനൊക്കെ അത്യാവശ്യം വാല്യൂ ഉണ്ട്. അതുപോലെ ബൈബിറ്റ്, ബിനാൻസ്, അതുപോലെ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആകാൻ പോണ ഒരു പ്രോജക്റ്റ് ആണ് ബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മ ബ്ലം കോയിൻ നമുക്ക് മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ഭാവിയിൽ നമ്മ ഹോൾഡ് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഡ്രോപ്പ് ആണിത്. ഈ പ്രോജക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ 1.5 മാസം കഴിഞ്ഞിട്ട് ലിങ്ക് ഇടാൻ പറ്റില്ല. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെന്നിട്ട് അബൌട്ട് സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടാവും. ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ 100% ജെന്യുവൻ ആയിട്ടുള്ള എയർ ഡ്രോപ്സിന്റെ ലിങ്ക്സും കാര്യങ്ങളും ഇതിൽ ഇട്ടിട്ടുണ്ടാവും. ഇനി വരാൻ പോണ എയർ ഡ്രോപ്പും പിന്നെ ഇപ്പൊ മെമ്പേഴ്സ് വന്നു തുടങ്ങിയിട്ടില്ല. മെമ്പേഴ്സ് വന്നു തുടങ്ങുകയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ കാര്യം അപ്ഡേറ്റും കാര്യങ്ങളും ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള പ്രോജക്റ്റ് മാത്രമാണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത് ഡെയിലി സ്ട്രീക്ക്. എല്ലാ ദിവസവും ഡെയിലി സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 70 പ്ലം പോയിന്റും അതുപോലെ തന്നെ 7 പ്ലേ പാസും കിട്ടും. പ്ലേ പാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിംഗ് നമുക്ക് ഒരു 8 മണിക്കൂർ മുമ്പ് ഫാമിംഗ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഇപ്പൊ 8 മണിക്കൂർ വെച്ച് ഫാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 3 പ്രാവശ്യം ഫാം ചെയ്യാം. ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോൾ ഒരു ഫാമിംഗ് ചെയ്യും, പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ഒരു ഫാമിംഗ് ചെയ്യും, പിന്നെ 10 മണിയാകുമ്പോൾ ഒരു ഫാമിംഗ് ചെയ്യും. അങ്ങനെ 3 ഫാമിംഗ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം ഫാമിംഗ് നമുക്ക് കിട്ടും. അപ്പൊ ആ പ്രോജക്റ്റ് ചെയ്യണം തീരണ വരെ നമുക്ക് എല്ലാ ഒരെണ്ണം മിസ് ആവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ പ്രോജക്റ്റും ഇങ്ങനെ ഓരോ ടൈം ലൈൻ വെച്ചിട്ട് ചെയ്യണത്, 8 മണിക്കൂർ 6 മണിക്കൂർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് മാക്സിമം ടൈം കുറച്ചാണ് എല്ലാ പ്രോജക്റ്റും ചെയ്യണത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ഗെയിം എന്ന് പറഞ്ഞ ഗെയിമാണ്. നമുക്ക് എല്ലാ ദിവസവും സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 കാർഡ് വെച്ച് കിട്ടും. പിന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് ഒരു കാർഡ് കിട്ടും. അങ്ങനെ എനിക്ക് മൊത്തം 265 കാർഡ് ഉണ്ട്. ഞാൻ കളിക്കാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു അപ്ഡേഷനിൽ പറഞ്ഞത് ഇവർ എക്സ്ചേഞ്ച് ആക്കാൻ പോണ ഒരു പ്രോജക്റ്റ് ആണല്ലോ പ്ലം. അപ്പൊ അത് കാരണം അതില് ഇവര് ബിറ്റ് കോയിനും എതേറിയം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എതേറിയം ബിറ്റ് കോയിനും അതേപോലെ കുറെ ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് ഇതുപോലെ ഗെയിം കളിച്ച് നമുക്ക് നേടാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ അവര് അതിനുവേണ്ടി വേറൊരു കാർഡ് കൊണ്ടുവന്നേക്കാം, ചിലപ്പോ ഈ കാർഡ് തന്നെ ആയിരിക്കാം. ഭാവിയിൽ ഈ കാർഡിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ അതാണ് മാക്സിമം സേവ് ചെയ്തൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു വേറെ വല്ലതും വന്നെങ്കിൽ ഇത് ഒരു മണിക്കൂർ കൊണ്ടാണ് തീർക്കാനുള്ള പാടുള്ളൂ. പിന്നെ ഉള്ളതുകൊണ്ടുണ്ടെങ്കിൽ ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ടാസ്ക്, പിന്നെ അവിടെ ട്വിറ്ററും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ യൂട്യൂബിൽ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, കാണാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വാലറ്റ് കണക്ഷൻ, ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക. ടോൺ വാലറ്റ് കണക്ട് അറിയാൻ അവർക്ക് ലീഗ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു വീഡിയോ വരുന്നതാണ്. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വേണ്ടവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമിൽ കയറി ജോയിൻ ചെയ്യണം. കാരണം ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ലിങ്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. കാരണം മാക്സിമം എല്ലാവരും ടെലഗ്രാമിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഈ വീഡിയോയെ പറ്റി വല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.